ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി ഫ്രൈ ആണ്. ഇത് നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന പോലത്തെ ഫ്രൈ അല്ല, കുറച്ച് പ്രത്യേകതകളുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് നോക്കാം ടേസ്റ്റി ആയിട്ടുള്ള ഈ നെത്തോലി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 500 ഗ്രാം നെത്തോലി എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് കുറച്ച് പൊടികൾ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ തന്നെ കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി വേണ്ടത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് കൈവച്ച് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതിനകത്തോട്ട് വേണ്ട മറ്റുള്ള ചേരുവകൾ നമ്മൾക്ക് ശരിയാക്കിയെടുക്കാം. അതിനായിട്ട് 2 കൊടമ്പുളി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1/4 കപ്പ് തേങ്ങ ചിരവിയത്. ഇത്രയും ശരിയാക്കി വയ്ക്കുക. ഇപ്പം ഏതാണ്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ നെത്തോലി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ മീനിൻ്റെ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ച മീനാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ച് വിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് ഡീപ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അതേസമയം 2 സൈഡും മൊരിഞ്ഞ് കിട്ടും വേണം. ഇപ്പം ഏതാണ്ട് ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാതെ ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. കുത്തി ഇളക്കുമ്പോഴാണ് ഒരുപാട് ഇത് പൊടിഞ്ഞു പോകുന്നത്. ഇപ്പം മീനെല്ലാം തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. 2 ഭാഗവും കറക്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതേ എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ വഴറ്റാനൊക്കെ യൂസ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിന് കൊഴുവ എന്നും പറയാറുണ്ട്. ഇപ്പം ഞാൻ മീനെല്ലാം എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് മാറ്റി. ഇനി നമ്മൾക്ക് ഒരു ചട്ടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഇതിനകത്ത് കൊടമ്പുളിയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുക. ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തരിയൊന്നും വീഴാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തരി വീഴത്തില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത എണ്ണ കുറച്ചധികം ബാക്കിയുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കുറച്ച് എണ്ണ ആയതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് ഇനി തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പാകമായിരിക്കും. തേങ്ങ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഇനി 1/2 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഇനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കൊടമ്പുളിയാണ്. കൊടമ്പുളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ കുതിർക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് പുളിയെല്ലാം നല്ലപോലെ ഒന്ന് ഇറങ്ങി കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് വരിക. ഇതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ചെറുതായിട്ട് വറ്റി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾക്കിനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ വഴറ്റിയെടുത്ത മസാലയ്ക്കകത്ത് മീനിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക രുചി തന്നെയാണ്. നെത്തോലി ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ കഴിച്ചു പോവും. അത്രയും ടേസ്റ്റാണ് ഈ നെത്തോലി ഫ്രൈക്ക്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.